എ.ബി. ഡിവിലിയേഴ്സ് സൗത്ത് ആഫ്രിക്കൻ താരമാണെങ്കിലും ഇന്ത്യയുടെ ദത്തുപുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യക്കാരുടെ കാര്യത്തിലാണ് അദ്ദേഹം എപ്പോഴും അഭിപ്രായം പറയാറ്. ഇപ്പോഴിതാ സഞ്ജുവിനെ പറ്റി എ.ബി. ഡിവിലിയേഴ്സ് വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് എ.ബി. ഡിവിലിയേഴ്സ് സഞ്ജുവിനെ പറ്റി തുറന്നു പറഞ്ഞത്. എ.ബി. ഡി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജു ഇപ്രാവശ്യം കപ്പ് നേടാനുള്ള സാധ്യതയുണ്ട്. സഞ്ജു 10 വർഷമായിട്ട് രാജസ്ഥാനിലാണ്. അതിന് ഞാൻ ആദ്യമേ അഭിനന്ദനങ്ങൾ പറയുന്നു. ഇത്രയും വർഷം അവിടെ നിന്നതിൽ സഞ്ജുവിനെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് രീതി വ്യത്യസ്തമാണ്. അവൻ്റെ ചില ഷോട്ടുകൾ എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ്റെ നല്ല കാലമാണ് വരാൻ പോകുന്നത്. അടുത്ത 6-7 വർഷങ്ങൾ സഞ്ജു രാജസ്ഥാനെ മുന്നോട്ട് നയിക്കും. ഇത് രാജസ്ഥാൻ്റെ സുവർണ കാലഘട്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രയും മികച്ച രീതിയിലാണ് സഞ്ജു ടീമിനെ നയിക്കുന്നത്. രാജസ്ഥാൻ ഇനി പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം ഇതുപോലത്തെ ഒരു ക്യാപ്റ്റനെ രാജസ്ഥാൻ ഇനി കിട്ടാനില്ല. ഇപ്രാവശ്യം ഏത് ടീം കപ്പടിക്കുമെന്ന് ചോദിച്ചാൽ ഞാനൊരു ഉത്തരമേ പറയൂ, അത് രാജസ്ഥാൻ ടീം തന്നെയാണ്. നിലവിലെ അവരുടെ കളിരീതി നോക്കൂ, എത്ര വ്യത്യസ്തമായിട്ടാണ് രാജസ്ഥാൻ കളിക്കുന്നത്. സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണം. ഇതുപോലത്തെ ഒരു പ്ലെയർ ടീമിലുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ഗുണകരമാണെന്നും എ.ബി. ഡി വ്യക്തമാക്കി. സാധാരണ എ.ബി. ഡി സഞ്ജുവിനെ പറ്റി പറയാറില്ല. എന്നാൽ ഇപ്പോൾ രാജസ്ഥാൻ്റെ പ്രകടനം കണ്ടാണ് സഞ്ജുവിനെ പറ്റി എ.ബി. ഡി പറഞ്ഞിരിക്കുന്നത്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് എ.ബി. ഡി ഈ നയം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ആരാധകർ ഹാപ്പിയാണ്. കാരണം എ.ബി. ഡി പറഞ്ഞത് സത്യമാണ്. രാജസ്ഥാൻ ടീം ഇങ്ങനെ മാറിയെങ്കിൽ അതിന് കാരണം സഞ്ജു തന്നെയാണ്. പണ്ട് സ്മിത്ത് ക്യാപ്റ്റനായിരിക്കെ ഇതുപോലെ രാജസ്ഥാൻ മാറിയിട്ടില്ല. വളരെ മോശം കളിയാണ് കാഴ്ചവെക്കാറ്. എന്നാൽ സഞ്ജു ക്യാപ്റ്റനായിട്ട് അധിക നാളായിട്ടില്ല. അതിനു മുന്നേ രാജസ്ഥാൻ ഗ്രാഫ് മുന്നോട്ട് കുതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.